വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയണമെന്നുണ്ട്. ഈ വീഡിയോയിൽ ഒരുപാട് ട്രിഗറിങ് ടോപ്പിക്സിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. റേപ്പിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, ടോർച്ചറുണ്ട്, മെൻ്റൽ ഇൽനെസ് ഉണ്ട്. ആൻഡ് ഇതൊക്കെ നിങ്ങൾക്ക് ട്രിഗറിങ് ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണാത്തതായിരിക്കും നല്ലത്. ഓൾസോ കുട്ടികൾ ഈ വീഡിയോ കാണുന്നതിനോട് നമുക്ക് അത്ര താല്പര്യമില്ല. കാണുകയാണെങ്കിൽ തന്നെ പാരൻസിൻ്റെ സൂപ്പർവിഷനിൽ കാണാം. ഓൾസോ ഈ വീഡിയോയിൽ കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് അമേരിക്കനും യൂറോപ്യനും സീരിയൽ കില്ലേഴ്സിനെ പറ്റിയായിരിക്കും. കാരണം അതിനെപ്പറ്റിയാണ് കൂടുതൽ ലിറ്ററേച്ചർ ഉള്ളത്. എന്ന് പറയുകൊണ്ട് ഇതൊന്നും നമുക്ക് ആപ്ലിക്കബിൾ അല്ല എന്നല്ല. അമേരിക്കയിൽ സീരിയൽ കില്ലേഴ്സ് ഉണ്ടോ അതുപോലെ തന്നെ ഇന്ത്യയിൽ സീരിയൽ കില്ലേഴ്സ് ഉണ്ട്. കറൻ്റ്ലി ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ദെർ ആർ 100 സീരിയൽ കില്ലേഴ്സ് ഇൻ ഇന്ത്യ. ഇതെല്ലാം മനസ്സിൽ വയ്ക്കുക. വീഡിയോയിലേക്ക് പോകാം. അദ്ദേഹം ഹാൻസം ആയിരുന്നു, അദ്ദേഹം പൊളൈറ്റ് ആയിരുന്നു, അദ്ദേഹം പോപ്പുലർ ആയിരുന്നു, കെയറിങ് ആയിരുന്നു, എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, സൈക്കോളജിയിലൊരു ഗ്രാജുവേറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ധാരാളം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സ്ത്രീകളുമായി റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്ലി റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സൂയിസൈഡ് പ്രിവെൻഷൻ കൗൺസിലറായി വർക്ക് ചെയ്തിരുന്നു. സ്ത്രീകൾക്ക് വേണ്ടി റേപ്പ് പ്രിവെൻഷൻ ഹാൻഡ് ബുക്ക് എഴുതിയിരുന്നു. അയാളൊരു നെക്രോഫീലിയാക്കായിരുന്നു. 30-ൽ പരം കോളേജ് വിദ്യാർത്ഥിനികളെ കൊന്നതിന് ശേഷം റേപ്പ് ചെയ്തതിന് ശേഷം ശരീരം അയാൾ മ്യൂട്ടിലേറ്റ് ചെയ്തിരുന്നു. ഒരു സ്ത്രീയുടെ തല മുറിച്ച് മാറ്റി അയാളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ വീട്ടിലെ ഫയർ പ്ലേസിലിട്ട് അയാൾ കത്തിച്ചു. ഹി വാസ് എ സീരിയൽ കില്ലർ. His name was Ted Bundy. സീരിയൽ കില്ലേഴ്സ് ആരാണ്? ഒരു സീരിയൽ കില്ലർ എന്താണ് എന്നുള്ളതിന് FBI പോലും ക്ലിയർ ആയിട്ടൊരു ഡെഫിനിഷൻ ഇല്ല. ഒരു ജനറൽ കൺസെൻസസ് അനുസരിച്ച് 2 അതിൽ കൂടുതൽ ആൾക്കാരെയോ ഒരു 30 ദിവസം ഇടവേള വിട്ട് കൊല്ലുകയാണെങ്കിൽ കൊല്ലുന്ന ആൾ ഒരു സീരിയൽ കില്ലർ ആണെന്നാണ്. സീരിയൽ കില്ലേഴ്സിനെ പറ്റി നമുക്ക് പൊതുവായ ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മുടെ മനസ്സിൽ സീരിയൽ കില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കലി ഭയങ്കര ഡിസ്റ്റർബ്ഡായിട്ട് ഭ്രാന്ത് പിടിച്ച ആൾക്കാരെ കൊന്നടക്കുന്ന ആൾക്കാരായിട്ടാണെന്നാണ്. പക്ഷേ അത് തെറ്റാണ്. ഇറ്റ്സ് ഫാർ ഫ്രം റിയാലിറ്റി. സാധാരണ സീരിയൽ കില്ലേഴ്സ് വളരെ നോർമലും ഹെൽത്തിയും പലപ്പോഴും അട്രാക്റ്റീവും ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു 1995 സ്റ്റഡി അനുസരിച്ച് 84% സീരിയൽ കില്ലേഴ്സ് ആണുങ്ങളും 16% സീരിയൽ കില്ലേഴ്സ് പെണ്ണുങ്ങളുമാണ്. എല്ലാ മാസവും ഈ ഭൂമിയിൽ ഒരു സീരിയൽ കില്ലിംഗ് നടക്കുന്നുണ്ട്. അന്റാർട്ടിക്ക അല്ലാത്ത ഭൂമിയിൽ എല്ലായിടത്തും സീരിയൽ കില്ലിങ്സ് നടക്കാറുണ്ട്. ആൻഡ് ആരും സീരിയൽ കില്ലേഴ്സിൻ്റെ അടുത്തും സേഫ് അല്ല. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും എന്തിന് സെലിബ്രിറ്റീസിനെ വരെ സീരിയൽ കില്ലേഴ്സ് കൊല്ലും. വെർസാച്ചെ കമ്പനിയുടെ ഫൗണ്ടറായ ജിയാനി വെർസാച്ചിനെ കൊന്നത് ആൻഡ്രൂ ക്യുണലാൻ എന്നൊരു സീരിയൽ കില്ലറാണ്. ആൻഡ് ഈവൻ സീരിയൽ കില്ലേഴ്സിൻ്റെ അടുത്തൊന്നും സേഫ് അല്ല. ഡോൺ കോൾ എന്ന സീരിയൽ കില്ലറിനെ കൊന്നത് എൽമർ വെയിൻ ഹെയിൻലി എന്ന മറ്റൊരു സീരിയൽ കില്ലറാണ്. സീരിയൽ കില്ലേഴ്സിൻ്റെ കഥകൾ ഒരുപാടുണ്ട്. ആൻഡ് പലതരം ആൾക്കാരെ കൊല്ലുന്ന സീരിയൽ കില്ലേഴ്സ് ഉണ്ട്, പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്ന സീരിയൽ കില്ലേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സീരിയൽ കില്ലേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യണമെങ്കിൽ, അവരെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് മെത്തോഡിക്കലായിട്ട് അപ്രോച്ച് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് സീരിയൽ കില്ലേഴ്സിൻ്റെ ഹിസ്റ്ററിയും തുടങ്ങാം. ജനറൽ കൺസെൻസസ് അനുസരിച്ച് ലോകത്തെ ആദ്യത്തെ റെക്കോർഡഡ് സീരിയൽ കില്ലർ ഇസ് എ ഫ്രഞ്ച് നോബിൾമാൻ നെയ്മഡ് ജിൽ ഡെ റേ. ജോൻ ഓഫ് ആർക്കിനെ നിങ്ങൾക്കറിയായിരിക്കും. ഫ്രാൻസിന് വേണ്ടി യുദ്ധത്തിൽ പൊരുതിയ ഒരു പാവപ്പെട്ട പെൺകുട്ടിയായിരുന്നു ജോൻ ഓഫ് ആർക്ക്. ജോൻ ഓഫ് ആർക്കിൻ്റെ പേഴ്സണൽ ബോഡി ഗാർഡായിരുന്നു ജിൽ ഡെ റേ. ജോൻ ഓഫ് ആർക്ക് യുദ്ധക്കളത്തിൽ തളർന്നു കിടന്നപ്പോൾ ജിൽ ഡെ റേ അയാളുടെ തോളിൽ കിടത്തിയാണ് ജോൻ ഓഫ് ആർക്കിനെ യുദ്ധക്കളത്തിൽ നിന്ന് രക്ഷിച്ചത്. അയാളുടെ ധീരപ്രവൃത്തികൾക്ക് വേണ്ടി ഫ്രഞ്ച് ഗവൺമെൻറ് ജിൽ ഡെ റേനെ മാർഷൽ ഓഫ് ഫ്രാൻസ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. ഇതുകൊണ്ട് തന്നെ 28-ാം വയസ്സിൽ ജിൽ ഡെ റേ വളരെ റിച്ചായി. ഇതേ സമയത്ത് തന്നെ ജിൽ ഡെ റേയുടെ കൊട്ടാരത്തിൻ്റെ അടുത്ത് നിന്നും കുട്ടികളെ കാണാണ്ടാവാൻ തുടങ്ങി. പാവപ്പെട്ട കുട്ടികളെ, ബെഗേഴ്സിൻ്റെ മക്കളെ അല്ലെങ്കിൽ കർഷകരുടെ മക്കളെയൊക്കെ ജിൽ ഡെ റേ അയാളുടെ കോർട്ടിലേക്ക് വിളിക്കുമായിരുന്നു, ചിലർ വീട്ടുജോലികളൊക്കെ ചെയ്യാനായിട്ട്. ഇതിനുശേഷം ആ കുട്ടികൾ മിസ്സിങ് ആവും. കുട്ടികളുടെ പാരൻസ് കംപ്ലയിൻറ്റ് കൊടുത്തെങ്കിൽ ഫ്രഞ്ച് ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ജിൽ ഡെ റേ അത്രയ്ക്ക് പവർഫുള്ളായിരുന്നു. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം ജിൽ ഡെ റേക്ക് ഒരു അബദ്ധം പറ്റി. അയാൾ ഒരു തർക്കത്തിൽ ഒരു പള്ളിയിലച്ഛനെ തല്ലി. ഇതുകൊണ്ട് തന്നെ ഫ്രഞ്ച് ഗവൺമെൻറ്റിന് അയാളുടെ വീട് റെയ്ഡ് ചെയ്യാനുള്ളൊരു പവർ കിട്ടി. വീട് റെയ്ഡ് ചെയ്തപ്പോൾ 145-ൽ പരം കുട്ടികളുടെ ശവശരീരങ്ങൾ കണ്ടുകിട്ടി. അതിലും കൂടുതൽ ആൾക്കാരെ അയാൾ കൊന്നിട്ടുണ്ടെന്ന് അയാൾ കൺഫ്യസ് ചെയ്തു. ഇനി ഞാൻ വായിക്കാൻ പോകുന്നത് ജിൽ ഡെ റേയുടെ കൺഫെഷനാണ്.
Because of my passion and my sensual delectation, I caused a great number of children to be killed. I ejaculated spermatic seed on their bellies. Sometimes I beheaded them with daggers, with poignards, with knives. Sometimes I beat them violently on the head with a stick. Sometimes I suspended them in my room from a pole or by a hook and strangled them. And as they were languishing, I committed on them sodomic vice. I embraced their dead bodies and gazed at those with the most beautiful heads. 1440 ഒക്ടോബർ 26-ന് ഷിൽ ഡി റെയിനെ ഫ്രഞ്ച് ഗവൺമെൻറ് എക്സിക്യൂട്ട് ചെയ്തു. മരിക്കുന്നതിന് മുമ്പ് അയാളുടെ അവസാനത്തെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: "There is no sin, no matter how great, that God cannot pardon." ഹിസ്റ്ററിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ അടുത്ത പോപ്പുലർ സീരിയൽ കില്ലർ ലണ്ടനിൽ 1800s 5 സ്ത്രീകളെ കൊന്ന ജാക്ക് ദ റിപ്പറാണ്. ഓഗസ്റ്റ് നവംബർ 1888 5 പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ ജാക്ക് ദ റിപ്പർ കൊന്നു. ജാക്ക് ദ റിപ്പറിൻ്റെ ആദ്യത്തെ വിക്ടിംസിനെ അയാൾ വളരെ വേഗത്തിലായിരുന്നു കൊന്നിരുന്നത്. ഒരുപക്ഷെ പോലീസിനെ പേടിച്ചിട്ടാവും സ്ട്രീറ്റ്സിൽ വെച്ച് വേഗം കഴുത്തറുത്ത് ശരീരം കുത്തിക്കീറി മ്യൂട്ടിലേറ്റ് ചെയ്തതിന് ശേഷം അയാൾ രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ ഓവർ ടൈം അയാൾ കുറച്ചുകൂടെ പ്ലാൻഡും കുറച്ചുകൂടെ മെത്തോഡിക്കലും ആവാൻ തുടങ്ങി. ജാക്ക് ദ റിപ്പറിൻ്റെ അവസാനത്തെ വിക്ടിമായിരുന്നു പ്രോസ്റ്റിറ്റ്യൂട്ടായ മേരി ജെയിൻ കെല്ലി. മേരി ജെയിൻ കെല്ലി ഒരു 25 വയസ്സുകാരിയായിരുന്നു. ആൻഡ് മേരി ജെയിൻ കെല്ലിയെ ജാക്ക് റിപ്പർ കൊല്ലുന്നത് പുള്ളിക്കാരിയുടെ വീട്ടിൽ വെച്ചാണ്. ആൻഡ് മേരി ജെയിൻ കെല്ലിയുടെ പുറത്ത് ജാക്ക് ദ റിപ്പർ അയാളുടെ വൈൽഡസ്റ്റ് ഫാൻറ്റസീസ് എക്സിക്യൂട്ട് ചെയ്തു. ലണ്ടൻ പോലീസ് സർജനായ ഡോക്ടർ തോമസ് ബോണ്ടാണ് മേരി ജെയിൻ കെല്ലിയുടെ ഡെഡ് ബോഡിയെ പറ്റി റിപ്പോർട്ട് എഴുതിയത്. ആ റിപ്പോർട്ടിൽ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: "The whole of the surface of the abdomen and thighs was removed, and the abdominal cavity emptied of its viscera. The breasts were cut off, the arms mutilated by several jagged wounds, and the face hacked beyond recognition. The viscera were found in various parts: the uterus and kidneys with one breast under the head, the other breast by the right foot, the liver between the feet, the intestines by the right side, and spleen by the left side of the body. The heart was absent." മേരി ജെയിൻ കെല്ലിയുടെ മിസ്സിംഗ് ഹാർട്ട് പോലീസിന് റിക്കവർ ചെയ്യാൻ സാധിച്ചില്ല. ജാക്ക് ദ റിപ്പർ ആരാണെന്ന് പോലീസിന് ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധിച്ചതുമില്ല. ജാക്ക് ദ റിപ്പർ ആരാണെന്ന് പോലീസിന് ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് ജാക്ക് ദ റിപ്പർ അയാളൊരു നോർമൽ മാനായിട്ട് വളരെ എഫിഷ്യൻ്റ്ലി ഡിസ്ഗൈസ് ചെയ്തതുകൊണ്ടാണ്. അയാളൊരു ഭ്രാന്ത് പിടിച്ച് നടന്നൊരു മോൺസ്റ്റർ ആയിരുന്നെങ്കിൽ പോലീസ് അയാളെ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്തേനെ. പക്ഷേ അയാൾ ഒരു സൊസൈറ്റിയിലെ നോർമൽ മനുഷ്യനായി ഫംഗ്ഷൻ ചെയ്തിരുന്നു. ഇതുകൊണ്ട് തന്നെ പോലീസിന് അയാളെ കണ്ടുപിടിക്കാൻ ഒരിക്കലും സാധിച്ചില്ല. ജാക്ക് ദ റിപ്പറിൽ നിന്ന് ഇൻസ്പയർ ആയാണ് 20th സെഞ്ച്വറിയിലെ പല സീരിയൽ കില്ലേഴ്സും ഉണ്ടാകുന്നത്. ജാക്ക് ദ റിപ്പറിനെ പോലെ തന്നെ മറ്റ് പല സീരിയൽ കില്ലേഴ്സും അവരുടെ വിക്ടിംസിനെ ജീവനോടെയോ അല്ലെങ്കിൽ കൊന്നതിന് ശേഷമോ ശരീരം കുത്തിക്കീറുമായിരുന്നു, മ്യൂട്ടിലേറ്റ് ചെയ്യുമായിരുന്നു. ഇവരിത് എന്തിനു ചെയ്യുന്നു എന്നതിന് ഇന്നും ക്ലിയർ ആയിട്ടൊരു ആൻസർ ഇല്ല. പക്ഷേ പോലീസും ഡോക്ടേഴ്സ് സസ്പെക്ട് ചെയ്യുന്നത് ഇതിനൊരു സെക്ഷുവൽ നേച്ചർ ഉണ്ടെന്നാണ്. കാരണം ഹെട്രോസെക്ഷൽ മെയിൽ കില്ലേഴ്സ് ഇത് ചെയ്യുന്നത് ഫീമെയിൽ വിക്ടിംസിനോടും ഹോമോസെക്ഷൽ മെയിൽ കില്ലേഴ്സ് ഇത് ചെയ്യുന്നത് മെയിൽ വിക്ടിംസിനോടുമാണ്. അതായത് അവരുടെ ഒബ്ജക്ട്സ് ഓഫ് സെക്ഷുവൽ ഡിസയറിൻ്റെ പുറത്താണ് അവർ ഈ മ്യൂട്ടിലേഷൻ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിനൊരു പേരുണ്ട്. The preference to use a knife for mutilating a victim beyond what is necessary to kill is called picquerism. പീക്കറിസം എക്സിബിറ്റ് ചെയ്തിരുന്ന സീരിയൽ കില്ലേഴ്സിൽ ഏറ്റവും ഇൻഫേമസ് ആയ ആളാണ് ജർമ്മൻ സീരിയൽ കില്ലറായ ഫ്രിറ്റ്സ് ഹാർമൻ. 1918-ൻ്റെയും 1924-ൻ്റെ ഇടയിൽ അയാൾ 27 ചെറുപ്പക്കാരായ ആണുങ്ങളെ കൊന്നിരുന്നു. അയാളൊരു പോലീസ് ഏജൻ്റായിരുന്നു. ഈ അധികാരം ഉപയോഗിച്ച് അയാൾ സ്കൂൾ കുട്ടികളെയും ചെറുപ്പക്കാരായ ആൺകുട്ടികളെയും അയാളുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അവിടെ വെച്ച് അവരുടെ തൊണ്ട കടിച്ചു കീറി അയാൾ അവരെ കൊല്ലുമായിരുന്നു. കൊന്നതിന് ശേഷം ശരീരം മുറിച്ച് കഷ്ണങ്ങളാക്കി ലോക്കൽ ബുച്ചർ ഷോപ്സിൽ അത് പോർക്കാണെന്ന് പറഞ്ഞ് വിൽക്കുമായിരുന്നു. ഹാർമനെ വൈകാതെ പോലീസ് പിടിച്ചു 1925-ൽ. ഇതാണ് അയാൾ പോലീസിന് കൊടുത്ത കൺഫെഷൻ: "I never intended to kill those youths. Some of the boys had come before. I wanted to protect them from myself because I knew what could happen if I had my way with them. I cried out, 'Submit to me, but do not let me lose control.' When I would go out of control, I would bite them and suck their necks. Sometimes we struggled for hours this way. It was sometimes difficult for me to get an erection. Lately it has happened more often. It used to worry me. God, oh God, where is it going to end? I would throw myself with my full weight on these youths. I would bite through their Adam's apple and probably strangle and throttle them with my hands. I would collapse on the corpse. I would then go and make myself some strong coffee. I would open the abdomen with 2 cuts and empty the intestines into a bucket. Then I would make 3 cuts from the ribs towards the shoulders, grip the ribs and force them open until the bones around the shoulders broke. I would then extract the heart, lungs, kidneys and chop them up and put them in my bucket. I would cut off the penis after I had emptied and cleaned the chest and stomach cavities. I would chop it into lots and lots of pieces. I always hated doing this, but I could not help myself. My obsession was much stronger than the horror of cutting and chopping." 1925-ൽ ജർമ്മൻ ഗവൺമെൻറ് ഹാർമന് വധശിക്ഷ വിധിച്ചു. അയാൾ എക്സിക്യൂട്ട് ചെയ്തു. പീക്കറിസം പോലെ തന്നെ മറ്റൊരു സ്കെയറിയായ പ്രാക്ടീസാണ് കാനിബലിസം.
കാനിബലിസം ഇസ് ഡിഫൈൻഡ് ആസ് ദ പ്രാക്ടീസ് ഓഫ് ഈറ്റിംഗ് ദ ഫ്ലഷ് ഓഫ് വൺസ് ഓൺ സ്പീഷീസ്. അതായത് സ്വന്തം സ്പീഷീസിനെ മാംസം കഴിക്കുകയാണെങ്കിൽ അത് കാനിബലിസമാണ്. മനുഷ്യനെ തന്നെ കഴിക്കുകയാണെങ്കിൽ അത് കാനിബലിസമാണ്. കാനിബലിസം എക്സിബിറ്റ് ചെയ്ത സീരിയൽ കില്ലേഴ്സിൽ ഏറ്റവും ഇൻഫേമസ് ആണ് അമേരിക്കൻ സീരിയൽ കില്ലറായ ആൽബർട്ട് ഫിഷ്. 58 വയസ്സുകാരനും 6 കുട്ടികളുടെ അച്ഛനുമായിരുന്ന ആൽബർട്ട് ഫിഷ് നെയ്ബർഹുഡിൽ വളരെ പോപ്പുലർ ആയിരുന്നു. എല്ലാവർക്കും അയാളെ ഇഷ്ടമായിരുന്നു. അയാളുടെ നെയ്ബേഴ്സ് ആയിരുന്നു ദ ബഡ് ഫാമിലി. ബഡ് ഫാമിലിയിലെ ഏറ്റവും ഇളയ പെൺകുട്ടിയായിരുന്നു ഗ്രേസ് ബഡ്. ഗ്രേസുമായിട്ട് ആൽബർട്ട് ഫിഷ് വളരെ ക്ലോസ് ആയിരുന്നു. അവർ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ഒരു ദിവസം ആൽബർട്ട് ഫിഷ് ബഡ് ഫാമിലിയോട് ആവശ്യപ്പെട്ടു, അടുത്തൊരു പാർട്ടി ഉണ്ട്, ആ പാർട്ടിക്ക് അയാളുടെ കൂടെ ഗ്രേസിനെ കൊണ്ടുപോയിക്കോട്ടെ എന്ന്. ബഡ് ഫാമിലി സന്തോഷപൂർവ്വം സമ്മതിച്ചു. അവർ അവസാനമായിട്ട് ഗ്രേസിനെ കാണുമ്പോൾ ഗ്രേസ് ആൽബർട്ട് ഫിഷിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവായിരുന്നു. ഗ്രേസ് അതിനുശേഷം മിസ്സിംഗ് ആയി. ആൽബർട്ട് ഫിഷ് നാട് വിട്ടു. 6 വർഷത്തിന് ശേഷം ഗ്രേസിൻ്റെ അമ്മയായ മിസ്സസ് ബഡിന് ലെറ്റർ കിട്ടി. ആ ലെറ്റർ അയച്ചിരുന്നത് ആൽബർട്ട് ഫിഷ് ആയിരുന്നു. ഇനി ഞാൻ വായിക്കാൻ പോകുന്നത് ആ ലെറ്ററിൽ എഴുതിയിരുന്ന എക്സാക്ട് വാക്കുകളാണ്. അത് കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിരിക്കാം. നിങ്ങൾക്കത് കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത 30 സെക്കൻഡ് സ്കിപ്പ് ചെയ്യാം. My dear Mrs. Budd, that day we had lunch. Grace sat on my lap and kissed me. I made up my mind to eat her, on the pretense of taking her to a party. You said yes, she could go. I took her to an empty house in Westchester I had already picked out. When we got there, I told her to remain outside. She picked wildflowers. I went upstairs and stripped all my clothes off. I knew if I did not, I would get her blood on them. When all was ready, I went to the window and called her. Then I hid in a closet until she was in the room. When she saw me all naked, she began to cry and tried to run downstairs. I grabbed her and stripped her naked. How she did bite and scratch. I choked her to death, then cut her in small pieces so I could take the meat to my room, cook it and eat it. How sweet and tender she was roasted in the oven. It took me 9 days to eat her body. പോലീസ് ഈ ലെറ്റർ ഉപയോഗിച്ച് ആൽബർട്ട് ഫിഷിനെ ട്രേസ് ചെയ്തു. He confessed to molesting 400 children in 25 years. He was executed in 1936. സീരിയൽ കില്ലേഴ്സിൻ്റെ ഈ ഹിസ്റ്ററി ഞാൻ മനസ്സിലാക്കിയത് സീരിയൽ കില്ലേഴ്സ് ദ മെത്തേഡ് ആൻഡ് ദ മാഡ്നസ് എന്ന് പറയുന്ന ബുക്കിൽ നിന്നാണ്, ബൈ പീറ്റർ വ്രോൺസ്കി. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ സീരിയൽ കില്ലേഴ്സിൻ്റെ മെൻ്റൽ ഹെൽത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയത് ജോൺ റോൺസൻ്റെ സൈക്കോപാത്ത് ടെസ്റ്റ് എന്ന് പറയുന്ന ബുക്കിൽ നിന്നാണ്. ഞാൻ ഓണസ്റ്റ്ലി ഈ ബുക്സൊക്കെ ഇരുന്ന് വായിച്ച് തീർക്കുക എന്നുള്ള വളരെ മെനക്കെട്ട പരിപാടിയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഓഡിയോ ബുക്സ് ആയിട്ടാണ് ഈ ബുക്സ് കേൾക്കുന്നത്. ആൻഡ് ഓഡിയോ ബുക്സിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് കുക്കു FM ആപ്പാണ്. കുക്കു FM വളരെ ചീപ്പാണ് ആൻഡ് അതാണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. 399 rupees per year ആണ് അതിൻ്റെ ആനുവൽ സബ്സ്ക്രിപ്ഷൻ. പക്ഷേ എൻ്റെ കൂടെ NM200 ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ 50% ഓഫ് കിട്ടും. അതായത് 200 rupees per year കിട്ടും. ദിവസം 1 രൂപ പോലും ചിലവാകുന്നില്ല. ആൻഡ് ഓൾസോ നമുക്കല്ലാതെ ആക്സസ് ഇല്ലാത്ത പല ബുക്സും കുക്കു FM കിട്ടും. എനിക്ക് ഇപ്രാവശ്യം കേരളത്തിലെ കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞ ബുക്ക് കിട്ടി. ആൻഡ് അത് ഞാൻ കേട്ടതുകൊണ്ട് തന്നെ എനിക്ക് കേരളത്തിലെ ക്രൈം ഹിസ്റ്ററിയെ പറ്റി മനസ്സിലാക്കാൻ പറ്റി. ആൻഡ് അത് ഞാൻ ഈ വീഡിയോയിൽ ഒരു ചെറിയ പോർഷനിൽ ഇൻക്ലൂഡും ചെയ്തിട്ടുണ്ട്. 28 വർഷം നീണ്ട അഭയ കൊലക്കേസ്, 24 വർഷം നീണ്ട രാജൻ കൊലക്കേസ്, ഇങ്ങനെ ഒരുപാട് കേസുകൾ ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങളെ ഉപയോഗിച്ച് സാമ്പത്തികമായും രാഷ്ട്രീയമായും അധികാരത്തിലുള്ളവർ വലിച്ചു നീട്ടി വികൃതമാക്കിയവയാണ്. അതുകൊണ്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി കുക്കു FM ചെക്കൗട്ട് ചെയ്യുക. ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ സീരിയൽ കില്ലേഴ്സിൻ്റെ ഹിസ്റ്ററിയും ചില എക്സാമ്പിൾസും ചില സ്റ്റോറീസും എല്ലാം കേട്ടു. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, സീരിയൽ കില്ലേഴ്സ് പല ടൈപ്പാണ്. ചിലർ പിക്കേഴ്സ് ആണ്, ചിലർ ചൈൽഡ് അബ്യൂസേഴ്സ് ആണ്, ചിലർ കാനിബൽസ് ആണ്. അമേരിക്കയിൽ തന്നെ 1917 1918 ഇടയിൽ 500+ സീരിയൽ കില്ലേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവരെയൊക്കെ എങ്ങനെ ക്ലാസിഫൈ, ഇവരെയൊക്കെ എങ്ങനെ വേർതിരിക്കും? ഇതിന് പല മെത്തേഡ്സ് ഉണ്ട്. FBI ഉപയോഗിക്കുന്ന ഏറ്റവും പോപ്പുലർ മെത്തേഡാണ് ക്ലാസിഫൈങ് ദം ഇൻ ടു ഓർഗനൈസ്ഡ്, ഡിസോർഗനൈസ്ഡ് ആൻഡ് മിക്സ് സീരിയൽ കില്ലേഴ്സ്. ഓർഗനൈസ് സീരിയൽ കില്ലേഴ്സ് അവരുടെ പ്രേ കെയർഫുള്ളായി സ്റ്റോക്ക് ചെയ്യും. മർഡർ എവിടെ വെച്ച്, എപ്പോൾ, എങ്ങനെ നടത്തണം എന്നവർ കൃത്യമായി പ്ലാൻ ചെയ്യും. ആൻഡ് മർഡർ കഴിഞ്ഞാലോ ഒരു തരത്തിലുള്ള എവിഡൻസും അവർ ബാക്കി വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. ആസ് ദ നെയിം ഗോസ്, മർഡറിന് ഒരു ഓർഗനൈസ്ഡ് അപ്രോച്ച് ആയിരിക്കും. ഒരു ഓർഗനൈസ് സീരിയൽ കില്ലറിൻ്റെ എക്സാമ്പിളാണ് സെബാസ്റ്റ്യൻ. 1981 തിരുവനന്തപുരത്താണ് സെബാസ്റ്റ്യൻ ജനിച്ചത്. അയാളുടെ മോഡസ് ഓപ്പറാൻഡി ഇങ്ങനെയായിരുന്നു. ഏതെങ്കിലും മീൻപിടുത്തക്കാരുടെ വില്ലേജിലേക്ക് അയാൾ ചെല്ലുമായിരുന്നു. എന്നിട്ട് അവരുടെ സ്നേഹം പിടിച്ചു പറ്റുമായിരുന്നു. ഇതിനുശേഷം ഏതെങ്കിലും ഒരു വീട് അയാൾ ടാർഗറ്റ് ചെയ്യുമായിരുന്നു. രാത്രി ആൾക്കാർ ഉറങ്ങുമ്പോൾ ആ വീട്ടിലെ പെൺകുഞ്ഞുങ്ങളെ അയാൾ തട്ടിക്കൊണ്ടുപോകുമായിരുന്നു. തട്ടിക്കൊണ്ട് പോയതിന് ശേഷം അവരെ റേപ്പ് ചെയ്ത് കഴുത്തി ഞെരിച്ച് കൊന്ന് ബോഡി കടലിൽ തള്ളുമായിരുന്നു. ഗ്രാമത്തിലുള്ള മീൻപിടുത്തക്കാർക്ക് സംശയം തോന്നിയെന്ന് മനസ്സിലാക്കുമ്പോൾ സെബാസ്റ്റ്യൻ നാട് വിടുമായിരുന്നു. എന്നിട്ട് മറ്റൊരു ഗ്രാമത്തിലേക്ക് ചെല്ലും. എന്നിട്ട് അവരുടെ സ്നേഹം പിടിച്ചു പറ്റും. ഇതേ പ്രവൃത്തി അയാൾ അവിടെയും ചെയ്യും.
ഇതായിരുന്നു സെബാസ്റ്റ്യൻ്റെ മോഡസ് ഓപ്പറാൻഡി. സെബാസ്റ്റ്യനെ ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓർഗനൈസ് സീരിയൽ കില്ലേഴ്സിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് അമേരിക്കൻ സീരിയൽ കില്ലറായ ടെഡ് ബണ്ടി. ഡിസോർഗനൈസ് സീരിയൽ കില്ലേഴ്സ് വളരെ റാൻഡമായിട്ടാണ് കൊല്ലുന്നത്. അവർ ആരെ എവിടെ വെച്ച് എപ്പോൾ കൊല്ലും എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. അവർ വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് കൊല്ലുന്നത്. ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റിലാണ് കൊല്ലുന്നത്. അവർ ബോഡി ഹൈഡ് ചെയ്യാനോ എവിഡൻസ് മറയ്ക്കാനോ ഒരു ശ്രമവും നടത്തില്ല. ഡിസോർഗനൈസ് സീരിയൽ കില്ലേഴ്സിൻ്റെ എക്സാമ്പിളാണ് മിഗുവൽ റിവേറ a.k.a. ചാർലി ചോപ്പോഫ്. 1972 മാർച്ചിൽ ഒരു 8 വയസ്സുകാരനെ അയാൾ തട്ടിക്കൊണ്ടുപോയി 38 തവണ കുത്തിക്കൊന്ന് ജെനിറ്റൽസ് മുറിച്ച് മാറ്റിക്കൊന്നു. ഇതേ കാര്യം അയാൾ മറ്റ് 3 പയ്യന്മാരോടും ചെയ്തു. അയാളെ ഇവൻച്വലി പോലീസ് അറസ്റ്റ് ചെയ്തു. അയാൾ ബോഡീസ് ഹൈഡ് ചെയ്യാനോ എവിഡൻസ് മറയ്ക്കാനോ ഒന്നും ഒരു ശ്രമം നടത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസ് അയാളെ വളരെ ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്തിരുന്നു. ക്യാപ്ചർ ചെയ്തപ്പോൾ മനസ്സിലായി അയാൾ മെൻ്റലി വളരെ ഇല്ലായിരുന്നു എന്ന്. അയാൾ കോടതിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഗോഡ് ടോൾഡ് മീ ടു ട്രാൻസ്ഫോം ലിറ്റിൽ ബോയ്സ് ഇൻ ടു ഗേൾസ്. ഒരു മിക്സ് സീരിയൽ കില്ലർ 2 സ്വഭാവം എക്സിബിറ്റ് ചെയ്യും. അയാളുടെ ചില ക്രൈംസിൽ അയാൾ ഭയങ്കര മെത്തോഡിക്കലായിരിക്കും, പ്ലാൻ ചെയ്ത് കൊല്ലും, എവിഡൻസ് മറച്ചു വയ്ക്കും, ബോഡി ഹൈഡ് ചെയ്യും. പക്ഷേ ചില മർഡേഴ്സിൽ അയാൾ ഭയങ്കര ഡിസോർഗനൈസ്ഡ് ആയിരിക്കും, വളരെ സ്പോണ്ടേനിയസ് ക്രൈംസ് ആയിരിക്കും, ബോഡി ഇട്ടിട്ട് പോകുമ്പോൾ എവിഡൻസ് മറയ്ക്കാൻ ശ്രമിക്കില്ല. മിക്സ് സീരിയൽ കില്ലേഴ്സിലെ ഏറ്റവും ഇൻഫേമസ് എക്സാമ്പിളാണ് അമേരിക്കൻ സീരിയൽ കില്ലറായ റിച്ചാർഡ് റാമിറസ് a.k.a. ദ നൈറ്റ് സ്റ്റോക്കർ. ജൂൺ 1984 ഓഗസ്റ്റ് 1985 ഇടയിൽ 19 ആൾക്കാർ അവരുടെ വീടുകളിൽ വെച്ച് കൊല്ലപ്പെട്ടു. എല്ലാ കൊല നടന്നതും രാത്രിയിലായിരുന്നു. ഇതുകൊണ്ട് തന്നെ മീഡിയ കൊലയാളിയെ ദ നൈറ്റ് സ്റ്റോക്കർ എന്ന് ബ്രാൻഡ് ചെയ്തു. ആണുങ്ങളെ അയാൾ ഷൂട്ട് ചെയ്തോ സ്ട്രാങ്കിൾ ചെയ്തോ ആയിരുന്നു കൊന്നിരുന്നത്. പെണ്ണുങ്ങളെ അയാൾ റേപ്പ് ചെയ്ത് ടോർച്ചർ ചെയ്ത് മ്യൂട്ടിലേറ്റ് ചെയ്തായിരുന്നു കൊന്നിരുന്നത്. ഒരു വിക്ടിമിൻ്റെ കണ്ണുകൾ അയാൾ ഒരു സ്പൂൺ ഇട്ട് സ്കൂപ്പ് ചെയ്ത് അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി. ഒരു വിക്ടിമിനെ റേപ്പ് ചെയ്യുന്നതിനിടെ നിർബന്ധപൂർവ്വം ഐ ലവ് സേറ്റൻ എന്ന് പറയിപ്പിച്ചു. ചില വിക്ടിംസിനെ അയാൾ റേപ്പ് ചെയ്തിട്ട് വെറുതെ വിട്ടു, ചില വിക്ടിംസിനെ അയാൾ റേപ്പ് ചെയ്തിട്ട് കൊന്നു. അയാൾ ഒരിക്കലും അയാളുടെ മുഖം മറയ്ക്കാൻ ശ്രമിച്ചിരുന്നില്ല. അയാൾ അയാളുടെ എവിഡൻസ് ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ചില സമയങ്ങളിൽ അയാൾ ബോഡി ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നില്ല. ഓഗസ്റ്റ് 31, 1985 പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ വെച്ച് വധശിക്ഷ വിധിക്കപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഐ ഡോണ്ട് ബിലീവ് ഇൻ ദ ഹിപ്പോക്രിറ്റിക്കൽ മോറലിസ്റ്റിക് ഡോഗ്മ ഓഫ് ദിസ് സോ കോൾഡ് സൊസൈറ്റി. I need not look beyond this room to see all the liars, haters, the killers, the crooks and the paranoid cowards. Truly tremators of the earth, each one in his own legal profession. You maggots make me sick, hypocrites one and all. And no one knows that better than those who kill for policy, clandestinely or openly, as do the governments of the world, which kill in the name of God and country or for whatever reason they deem appropriate. I don't need to hear all of society's rationalizations. I've heard them all before. And the fact remains that what is. You don't understand me. You're not expected to. You're not capable of it. I am beyond your experience. I am beyond good and evil. Legions of the night, repeat not the errors of the night stalker and show no mercy. I will be avenged. Lucifer dwells within all of us. See you in Disneyland. സീരിയൽ കില്ലേഴ്സിനെ പറ്റി ഇങ്ങനെ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും ഒരു ചെറിയ ഭയം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോ? സീരിയൽ കില്ലേഴ്സിൻ്റെ നമ്പേഴ്സ് സ്റ്റെഡിലി ഡിക്ലൈൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് സീരിയൽ കില്ലേഴ്സിനെ പിടിക്കാൻ വളരെ എളുപ്പമാണ്. പഴയതുപോലെ പോലീസിനെ വെട്ടിച്ച് നടക്കാൻ സീരിയൽ കില്ലേഴ്സിന് ഇന്ന് സാധിക്കില്ല, കാരണം ടെക്നോളജി അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആണ്. അമേരിക്കയിലെ സീരിയൽ കില്ലേഴ്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെയാണ്: 1970 to 1979 534 killers, 1980 to 1989 692 killers, 1990 to 1999 614 killers, 2000 to 2009 337 killers, 2010 to 2020 185 killers. അപ്പോൾ പിന്നെ ഒന്നും പേടിക്കുകയില്ലല്ലേ? നോട്ട് റിയൽ. നമുക്ക് കുറച്ച് മാത്സ് ഉപയോഗിക്കാം. ഇന്ത്യയിൽ കറൻ്റ്ലി ഇറ്റ് ഇസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ദർ ആർ 100 സീരിയൽ കില്ലേഴ്സ്. ഒരു സിമ്പിൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇന്ത്യയുടെ സർഫസ് ഏരിയ ഈസ് 32 lakh square kilometer. അതിൽ നമുക്ക് ഹാബിറ്റബിൾ സർഫസ് ഏരിയ, അതായത് മനുഷ്യന്മാർ ജീവിക്കുന്ന സർഫസ് ഏരിയ, നമുക്ക് കാടും മലയൊക്കെ എടുത്തു കളഞ്ഞാൽ നമുക്കൊരു 25 lakh square kilometer എന്ന് എടുക്കാം. അതായത് 25 lakh square kilometers 100 സീരിയൽ കില്ലേഴ്സ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് അസ്യൂം ചെയ്യാം. അതായത് ദർ ഇസ് 1 സീരിയൽ കില്ലർ ഇൻ എവറി 25,000 square kilometers. ഇനി ഈ 25,000 square kilometer ഒരു സർക്കിളാണെന്ന് അസ്യൂം ചെയ്യുക. ആ സർക്കിളിൻ്റെ സെൻറ്ററിലാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ πr² is 25,000. That means r² is approximately 8,000. That means r is approximately 90 kilometer. അതായത് നിങ്ങളിൽ നിന്ന് 90 കിലോമീറ്റർ അകലത്തിൽ എവിടെയോ ഒരു സീരിയൽ കില്ലറുണ്ട്. പക്ഷെ പേടിക്കണ്ട,
ഒരു സീരിയൽ കില്ലറിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നും സീരിയൽ കില്ലറിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും ഞാനിനി പറഞ്ഞുതരാം. ഈ പറഞ്ഞുതരാൻ പോകുന്ന ഗൈഡ് ലൈൻസ് ഞാൻ ഉണ്ടാക്കിയതല്ല. സീരിയൽ കില്ലേഴ്സും അവരുടെ സർവൈവേഴ്സും ഒക്കെ ആയിട്ട് FBI നടത്തിയ ഇൻ്റർവ്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ ഓത്തറായ പീറ്റർ വ്രോൺസ്കി ഉണ്ടാക്കിയ ചില ഗൈഡ് ലൈൻസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ ഓൾറെഡി ഒരു സീരിയൽ കില്ലറിനെ കണ്ടിട്ടുണ്ടാവാം. നിങ്ങൾ അറിയാതെ തന്നെ മേ ബി നിങ്ങളൊരു സീരിയൽ കില്ലറിൻ്റെ സർവൈവർ ആയിരിക്കും. നിങ്ങളൊരു സീരിയൽ കില്ലറിൻ്റെ അടുത്തൂടെ റോഡിൽ പാസ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളൊരു സീരിയൽ കില്ലറിൻ്റെ അടുത്ത് തിയേറ്ററിൽ ഇരുന്നിട്ടുണ്ടാവാം. നിങ്ങളൊരു സീരിയൽ കില്ലറിൻ്റെ അടുത്ത് റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ടുണ്ടാവും. ഒരു സീരിയൽ കില്ലറിൻ്റെ കാറിൻ്റെ അടുത്ത് നിങ്ങൾ കാർ പാർക്ക് ചെയ്തിട്ടുണ്ടാവാം. മേ ബി ഒരു സീരിയൽ കില്ലർ നിങ്ങളെ ഓൾറെഡി അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവാം. മേ ബി നിങ്ങളെ പബ്ബിൽ അപ്രോച്ച് ചെയ്ത സ്ട്രേഞ്ചർ ഒരു സീരിയൽ കില്ലർ ആയിരുന്നിരിക്കാം. മേ ബി രാത്രി നിങ്ങളോട് പട്ടിയെ കണ്ടുപിടിക്കാൻ സഹായം ചോദിച്ചു തന്ന സ്ട്രേഞ്ചർ ഒരു സീരിയൽ കില്ലർ ആയിരുന്നിരിക്കാം. രാത്രി നിങ്ങൾക്ക് ലിഫ്റ്റ് ഓഫർ ചെയ്ത സ്ട്രേഞ്ചർ ഒരു സീരിയൽ കില്ലർ ആയിരുന്നിരിക്കാം. രാത്രി നിങ്ങളുടെ അടുത്ത് ലഗേജ് ക്യാരി ചെയ്യാൻ സഹായം ചോദിച്ച ആൾ ചിലപ്പോൾ ഒരു സീരിയൽ കില്ലർ ആയിരുന്നിരിക്കാം. യു നെവർ നോ. മേ ബി നിങ്ങളിപ്പോൾ ജീവനോട് ഇരിക്കുന്നത് രാത്രി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് വരെ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസിച്ചതുണ്ടാകും. മേ ബി നിങ്ങൾ ജീവനോട് ഇരിക്കുന്നത് നിങ്ങളുടെ കാർ ഇരുട്ടത്ത് പാർക്ക് ചെയ്യുന്നതിന് വരെ നിങ്ങൾ വെളിച്ചത്ത് പാർക്ക് ചെയ്തുണ്ടാകും. മേ ബി നിങ്ങൾ ജീവനോട് ഇരിക്കുന്നത് രാത്രി ഒറ്റയ്ക്ക് സിഗരറ്റ് വാങ്ങിക്കാൻ പോകുന്നതിന് പകരം നിങ്ങളൊരു ഫ്രണ്ടിൻ്റെ കൂടെ സിഗരറ്റ് വാങ്ങിക്കാൻ പോയതുണ്ടാവാം. ഒറ്റയ്ക്ക് പോകുന്നത് മേക്സ് യു ഹൈലി സസെപ്റ്റബിൾ ടു സീരിയൽ കില്ലർ അറ്റാക്സ്. 67% സീരിയൽ കില്ലർ വിക്ടിംസും ഒറ്റയ്ക്കായിരുന്നപ്പോഴാണ് സീരിയൽ കില്ലർ അവരെ കിഡ്നാപ്പ് ചെയ്തത്. പക്ഷേ ലെറ്റ്സ് അസ്യൂം നിങ്ങൾ ഒറ്റയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സീരിയൽ കില്ലറിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, എങ്ങനെ അവരിൽ നിന്ന് രക്ഷപ്പെടാം? ഇനി ഞാൻ നിങ്ങൾക്ക് പീറ്റർ വ്രോൺസ്കിയുടെ ഗൈഡ് ലൈൻസ് പറഞ്ഞുതരാം. സ്റ്റെപ്പ് 1, ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. ഒരാളോ ഒരു സ്ഥലമോ സേഫ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നതാണ് ബെസ്റ്റ്. ടെഡ് ബണ്ടി ഒരിക്കൽ കയ്യിലൊരു പ്ലാസ്റ്ററും ധരിച്ച് ഒരു സ്ത്രീയെ അപ്രോച്ച് ചെയ്തു. എന്നിട്ട് ആ സ്ത്രീയോട് ചോദിച്ചു, ടെഡ് ബണ്ടിയുടെ കയ്യിലിരിക്കുന്ന ബുക്സ് ക്യാരി ചെയ്യാനൊന്ന് സഹായിക്കാമോ, കാർ വരെ ക്യാരി ചെയ്യാനൊന്ന് സഹായിക്കാമോ? ആ സ്ത്രീ സമ്മതിച്ച് ടെഡ് ബണ്ടിയുടെ ബുക്സ് ക്യാരി ചെയ്തു. പക്ഷേ കാർ വരെ എത്തിയപ്പോൾ അവർ നോട്ടീസ് ചെയ്തു ടെഡ് ബണ്ടിയുടെ കാറിലെ പാസഞ്ചർ സീറ്റ് ഇളക്കി മാറ്റി വെച്ചേക്കായിരുന്നു. പെട്ടെന്ന് എന്തോ ഭയങ്കര വിയേർഡായിട്ട് ഫീൽ ചെയ്ത ആ സ്ത്രീ ബുക്ക് കാറിൻ്റെ ബോണറ്റിൽ വെച്ചിട്ട് ഓടി. അങ്ങനെ ഓടിയോണ്ട് മാത്രം അവരിന്ന് സർവൈവ് ചെയ്യുന്നു. Bottom line is, if something feels very unsafe or if someone feels very unsafe, it probably is. Don't be afraid to act irrational. Better irrational than dead. Step 2, never get into their car. നിങ്ങളൊരു സീരിയൽ കില്ലറുമായി അയാളുടെ കാറിൽ കയറുകയാണെങ്കിൽ then there is less than 10% chance that you will survive. 19 വയസ്സുകാരിയായ കാരൾ ഡെറോഞ്ച് ഒരു ഷോപ്പിംഗ് മാളിലായിരിക്കുമ്പോഴാണ് ടെഡ് ബണ്ടി അവരെ വളരെ പൊളൈറ്റായിട്ട് അപ്രോച്ച് ചെയ്തത്. ടെഡ് ബണ്ടി പറഞ്ഞു ടെഡ് ബണ്ടി ഒരു ഡിറ്റക്റ്റീവ് ആണെന്നും കാരൾ ഡെറോഞ്ചിൻ്റെ കാറിൽ ഒരു മോഷണ അറ്റംപ്റ്റ് നടന്നുവെന്നും ആ മോഷ്ടാവിനെ പിടികൂടിയെന്നും മോഷ്ടാവുമായി ടെഡ് ബണ്ടിയുടെ ഫ്രണ്ട് കുറച്ച് അകലെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നും. സംശയം തോന്നിയ കാരൾ ഡെറോഞ്ച് ടെഡ് ബണ്ടിയോട് അയാളുടെ ബാഡ്ജ് കാണിക്കാൻ പറഞ്ഞു. ടെഡ് ബണ്ടി ഒരു ഫേക്ക് ബാഡ്ജ് കാണിച്ചു. ടെഡ് ബണ്ടി കാരൾ ഡെറോഞ്ചിൻ്റെ അടുത്ത് പറഞ്ഞു ടെഡ് ബണ്ടിയുടെ കാറിൽ കയറാൻ ടെഡ് ബണ്ടിയുടെ പാർട്ട്ണർ മോഷ്ടാവുമായിട്ട് വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന്. സംശയിച്ചിട്ടാണെങ്കിലും അവൾ ടെഡ് ബണ്ടിയുടെ കാറിൽ കയറിയപ്പോൾ ടെഡ് ബണ്ടി അവളോട് ആവശ്യപ്പെട്ടു സീറ്റ് ബെൽറ്റ് ധരിക്കാൻ. പക്ഷേ ടെഡ് ബണ്ടിയുടെ ബ്രത്തിൽ ആൽക്കഹോൾ മണത്ത് അവൾ സീറ്റ് ബെൽറ്റ് ധരിക്കാൻ കൂട്ടാക്കിയില്ല. യാത്രക്കിടയിൽ ടെഡ് ബണ്ടി അവളെ ഹാൻഡ് കഫ് ചെയ്യാൻ നോക്കി. പക്ഷെ അവൾ തിരിച്ച് റെസിസ്റ്റ് ചെയ്തു. പാനിക് ചെയ്ത ടെഡ് ബണ്ടി 2 ഹാൻഡ് കഫ്സും ഒരു കയ്യിലിട്ടു. ഇതിനുശേഷം അയാൾ ഒരു ക്രോബാർ എടുത്ത് അവളുടെ തലയ്ക്കടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾ റെസിസ്റ്റ് ചെയ്ത് ഡോഡ്ജ് ചെയ്ത് കാറിൽ നിന്ന് ഉരുണ്ട് രക്ഷപ്പെട്ടു. കാരൾ ഡെറോഞ്ച് ടെഡ് ബണ്ടിയുടെ വളരെ ചുരുക്കം സർവൈവേഴ്സിൽ ഒരാളാണ്. ആൻഡ് അവൾ ടെഡ് ബണ്ടിക്കെതിരെ കോർട്ടിൽ ടെസ്റ്റിഫൈ ചെയ്തു. സോ ദ പോയിൻ്റ് ഇസ്, ഒരു സ്ട്രേഞ്ചറുമായിട്ടും ഒരിക്കലും അവരുടെ കാറിൽ കയറരുത്. ഇറ്റ്സ് ടു റിസ്കി. പക്ഷേ നിങ്ങൾ സീരിയൽ കില്ലറുമായി അവരുടെ കാറിൽ അറിയാതെ കയറിയെന്ന് തന്നെ വിചാരിക്കാം. ഇനി നിങ്ങളെങ്ങനെ രക്ഷപ്പെടും? സ്റ്റെപ്പ് 3, വെർബൽ കൺഫ്രണ്ടേഷൻ. ഒരു സീരിയൽ കില്ലറുമായി നിങ്ങൾ അയാളുടെ കാറിൽ അകപ്പെട്ടു എന്നറിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ലങ്സിൽ നിന്ന് അലറരുത്. അതവരെ പാനിക് ചെയ്യിപ്പിക്കും. അവർ ചിലപ്പോൾ നിങ്ങളെ ഇൻസ്റ്റൻ്റ്ലി കൊല്ലും. പകരം നിങ്ങളുടെ തൊണ്ട ഉപയോഗിച്ച് ഉച്ചത്തിൽ സംസാരിക്കുക. നിങ്ങളൊരു ഈസി ടാർഗറ്റ് ആയിരിക്കില്ല. നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾ വയലൻ്റായിട്ട് തന്നെ റെസിസ്റ്റ് ചെയ്യുമെന്ന് സീരിയൽ കില്ലറിനെ അറിയിക്കുക. നിങ്ങൾ സഹായത്തിന് വിളിക്കുകയാണെങ്കിൽ പോലും ഒരിക്കലും ലങ്സിൽ നിന്ന് അലറി വിളിക്കാതിരിക്കുക. തൊണ്ട ഉപയോഗിച്ച് ഉച്ചത്തിൽ നിലവിളിക്കുക. സ്റ്റെപ്പ് 4, വെർബൽ ഡിസ്വേഷൻ. വെർബൽ കൺഫ്രണ്ടേഷൻ വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് വെർബൽ ഡിസ്വേഷൻ ആണ്. അതായത് സീരിയൽ കില്ലറുമായി ഒരു ഇൻ്റർപേഴ്സണൽ കണക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുമായിരിക്കും, പക്ഷേ ഇറ്റ് ആക്ച്വലി വർക്ക്സ് ആൻഡ് ദ FBI റെക്കമെൻഡ്സ് ഇറ്റ്. സീരിയൽ കില്ലേഴ്സ് അവരുടെ വിക്ടിംസുമായിട്ട് ഒരിക്കലും കണക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കില്ല. ആൻഡ് ഇതുകൊണ്ടാണ് അവർ മിക്കപ്പോഴും സ്ട്രേഞ്ചേഴ്സിനെ കൊല്ലാൻ തീരുമാനിക്കുന്നത്. സീരിയൽ കില്ലേഴ്സുമായി ഒരു ഇൻ്റർപേഴ്സണൽ കണക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചാൽ ഭാഗ്യമുണ്ടെങ്കിൽ അവർ നിങ്ങളെ വെറുതെ വിടും.
മോങ്ക് റസൽ ഒരു സീരിയൽ കില്ലറായിരുന്നു. അയാൾക്ക് 5 വിക്ടിംസ് ഉണ്ടായിരുന്നു. ഒരു വിക്ടിമിനെ കൊല്ലുന്നതിന് മുമ്പ് അവർ അയാളോട് പറഞ്ഞു അവരുടെ അച്ഛൻ ക്യാൻസർ വന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവരെ വെറുതെ വിടണമെന്ന്. ഇത് കേട്ട മോങ്ക് റസൽ അവരെ വെറുതെ വിട്ടു. കാരണം മോങ്ക് റസലിൻ്റെ അച്ഛൻ പണ്ട് ക്യാൻസർ വന്ന് മരിച്ചതായിരുന്നു. മറ്റൊരു എക്സാമ്പിളാണ് ബോബി ലോങ് ജോ. 10 വിക്ടിംസ് ഉണ്ടായിരുന്ന ബോബി ലോങ് ജോ അയാളുടെ ഒരു വിക്ടിമിനെ വിട്ടയച്ചു. കാരണം അവർ അയാളോട് പറഞ്ഞു അവർ ചെറുതായിരുന്നപ്പോൾ അവരെ സെക്ഷുവലി ആരോ അബ്യൂസ് ചെയ്തിരുന്നു. ഇത് കേട്ട് സിമ്പതി തോന്നിയ ബോബി ലോങ് ജോ അവരെ വെറുതെ വിട്ടു. പക്ഷേ ഈ 2 കേസിലും വിക്ടിംസ് റേപ്ഡ് ആയിരുന്നു. നെവർദലെസ് അവരെ കൊന്നില്ല എന്ന് മാത്രം. സ്റ്റെപ്പ് 5 വയലൻറ്റ് റെസിസ്റ്റൻസ്. വെർബൽ ഡിസ്വേഷനും വർക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് അധികം ഓപ്ഷൻസ് ബാക്കിയില്ല. വയലൻ്റ്ലി അറ്റാക്ക് ചെയ്യണം. അവരുടെ കണ്ണിലും അവരുടെ ജെനിറ്റൽസിലും കിക്ക് ചെയ്യണം, പഞ്ച് ചെയ്യണം, മാന്തണം. ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടാം. ഇനി നമുക്ക് ഈ വീഡിയോൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടിലേക്ക് വരാം. നമുക്ക് സീരിയൽ കില്ലേഴ്സിൻ്റെ മെൻ്റൽ ഹെൽത്തും സീരിയൽ കില്ലേഴ്സിൻ്റെ സൈക്കിയും ഡിസ്കസ് ചെയ്യാം. സീരിയൽ കില്ലേഴ്സിനെ തൂക്കിക്കൊല്ലണം, സീരിയൽ കില്ലേഴ്സിനെ പിടിച്ച് ജയിലിലിടണം എന്നൊക്കെ പറയുന്നത് ന്യായമാണ്. പക്ഷേ അതുപോലെ തന്നെ സീരിയൽ കില്ലേഴ്സിനെ റീഹാബിലിറ്റ് ചെയ്യണം, സീരിയൽ കില്ലേഴ്സിന് തെറപ്പി കൊടുക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. ഒന്ന് ലോ ആൻഡ് ഓർഡർ പ്രിവെയിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, മറ്റേത് സയൻസിനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൽ ഏത് അപ്രോച്ച് ചൂസ് ചെയ്യണം? സീരിയൽ കില്ലേഴ്സിനെ പണിഷ് ചെയ്യണോ, സീരിയൽ കില്ലേഴ്സിനെ ട്രീറ്റ് ചെയ്യണോ? എസ്.എ. വെഡ്ഡിങ് ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. പുള്ളിക്കാരി ഒരുപാട് സീരിയൽ കില്ലേഴ്സിന് ഇൻ്റർവ്യൂ ഇട്ടുണ്ടായിരുന്നു. ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരി ഒരു സീരിയൽ കില്ലറിന് ഒരു ഭയന്നിരിക്കുന്ന മനുഷ്യൻ്റെ ഫോട്ടോ കാണിക്കും. എന്നിട്ട് ആ സീരിയൽ കില്ലറിനോട് ചോദിക്കും, ഇതേത് എക്സ്പ്രഷനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാമോ, ഇതേത് ഇമോഷനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാമോ? അപ്പോൾ ആ സീരിയൽ കില്ലർ പറയും, ഈ ഇമോഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, പക്ഷേ ഞാൻ ആൾക്കാരെ കൊല്ലുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ മുഖം കാണാൻ ഇതുപോലെ ഇരിക്കുമായിരുന്നു. അതായത് സീരിയൽ കില്ലേഴ്സിൻ്റെ ബ്രെയിൻ തന്നെ ഫങ്ഷൻ ചെയ്യുന്നത് വളരെ വിചിത്രമായ രീതിയിലാണ്. അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്താം. ഏതൊരു മനുഷ്യൻ്റെയും ക്യാരക്ടർ ഡിഫൈൻ ചെയ്യുന്നതിൽ അയാളുടെ ചൈൽഡ്ഹുഡിന് ഒരു വലിയ പങ്കുണ്ട്. സീരിയൽ കില്ലർ ആവുന്നതിലും ഒരാളുടെ ചൈൽഡ്ഹുഡിന് ഒരു വലിയ പങ്കുണ്ട്. ഒരാളെ സീരിയൽ കില്ലർ ആക്കി മാറ്റുന്നതിൽ അയാളുടെ ചൈൽഡ്ഹുഡിൽ ചില ഡിഫൈനിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ് ആബ്സെൻസ് ഓഫ് ഇൻഫൻറ്റ് ബോണ്ടിങ്, അതായത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള അടുപ്പമില്ലായ്മ. ലോൺലി ചൈൽഡ്ഹുഡ്, അതായത് കുട്ടിക്കാലത്ത് ഫ്രണ്ട്സ് ഇല്ലാതിരിക്കുക. ഡിസ്റപ്റ്റീവ് ഫാമിലീസ്, അച്ഛനും അമ്മയും തമ്മിൽ തല്ലുണ്ടാക്കുന്നത്. ചൈൽഡ്ഹുഡ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ട്രോമ. 74% സീരിയൽ കില്ലേഴ്സും ചൈൽഡ്ഹുഡിൽ സൈക്കോളജിക്കൽ ട്രോമ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. 44% സീരിയൽ കില്ലേഴ്സും ചൈൽഡ്ഹുഡിൽ ഫിസിക്കൽ ട്രോമ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. 43% സീരിയൽ കില്ലേഴ്സും ചൈൽഡ്ഹുഡിൽ സെക്ഷുവൽ ട്രോമ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. 5ാമത്തെ ഫാക്ടറാണ് ബ്രെയിൻ ഡാമേജ് ആൻഡ് 6ാമത്തെ ഫാക്ടറാണ് സബ്സ്റ്റൻസ് അബ്യൂസ്. ഇതെല്ലാം കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സാണ്. പക്ഷേ ഇതൊന്നും തന്നെ ഡിഫൈനിങ് ഫാക്ടേഴ്സ് അല്ല. കാരണം ഈ ദുരനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടും നോർമലും ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഇതിൽ ഒരു അനുഭവം പോലും ഇല്ലാതെ ഇരുന്നിട്ടും സീരിയൽ കില്ലേഴ്സ് ആയ ആൾക്കാരുണ്ട്. ടെഡ് ബണ്ടിക്ക് ഒരു ഫെയർലി ഡീസൻറ്റ് ചൈൽഡ്ഹുഡ് ആയിരുന്നു, പക്ഷേ എന്നിട്ടും അയാൾ ഒരു സീരിയൽ കില്ലറായി മാറി. അതിൻ്റെ അർത്ഥം ഒരാളുടെ ചൈൽഡ്ഹുഡിനും അതുപോലെ സൊസൈറ്റിക്കുമൊക്കെ എത്ര പങ്കുണ്ടോ അതുപോലെ തന്നെ ഒരാളെ സീരിയൽ കില്ലർ ആക്കുന്നതിൽ അയാളുടെ ജെനറ്റിക്സിനൊരു പങ്കുണ്ട്. സം പീപ്പിൾ ആർ ജസ്റ്റ് വയേർഡ് ടു ബി സീരിയൽ കില്ലേഴ്സ് ആൻഡ് ദാറ്റ് ബ്രിങ്സ് മീ ടു ദ ടേം സൈക്കോ. നമ്മൾ സീരിയൽ കില്ലേഴ്സിനെയും ക്രിമിനൽസിനെയും ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ വരെ സൈക്കോ എന്ന് വിളിക്കും. പക്ഷേ എന്താണ് അതിൻ്റെ അർത്ഥം? പോട്ടെ, എന്താണ് അതിൻ്റെ ഫുൾ ഫോം? അത് സൈക്കോട്ടിക് എന്നാണോ അതോ സൈക്കോപാത്ത് എന്നാണോ? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ സൈക്കോട്ടിക് ഇസ് എ പേഴ്സൺ ഹൂ സഫേഴ്സ് ഫ്രം സൈക്കോസിസ്. സൈക്കോസിസിൻ്റെ സിംറ്റംസ് ഹാലൂസിനേഷൻസ്, ഡെലൂഷൻസ്, റിയാലിറ്റിയിൽ നിന്നൊരു ഡിസ്കണക്റ്റ്, ഇതൊക്കെയാണ്. ആൻഡ് സൈക്കോസിസ് ഉള്ളവർ സൊസൈറ്റിക്ക് ഒരു ഹാമല്ല. സൈക്കോസിസ് ഉള്ളവർ പലപ്പോഴും സെൽഫ് ഹാം ചെയ്യാറുണ്ട്, പക്ഷേ അവർ പോയി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് വളരെ റെയറാണ്. മൊത്തം സീരിയൽ കില്ലർ പോപ്പുലേഷൻ്റെ 1% മാത്രമാണ് സൈക്കോട്ടിക്സ് ഉള്ളത്. സീരിയൽ കില്ലേഴ്സ് പൊതുവേ സൈക്കോട്ടിക് ആണ് എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. സീരിയൽ കില്ലേഴ്സ് പൊതുവേ സൈക്കോപാത്സ് ആണ്. സൈക്കോപാത്ത് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. സൈക്കോപാത്ത് ഇസ് സമ്മൺ ഹു ഹാസ് എ ഡിമിനിഷ്ഡ് കപ്പാസിറ്റി ടു ഫീൽ റിമോഴ്സ്, റിഗ്രറ്റ്, ഫിയർ, എംപത്തി എക്സെട്ര. അവർക്ക് കുറ്റബോധം അത്രയും തോന്നില്ല, പശ്ചാത്താപം തോന്നില്ല, ഫിയർ തോന്നില്ല, മറ്റുള്ളവരായിട്ട് എംപതൈസ് ചെയ്യില്ല. സീരിയൽ കില്ലേഴ്സ് മോസ്റ്റ്ലി സൈക്കോപാത്സ് ആണ്. ആൻഡ് ഡോണ്ട് ഗെറ്റ് മി റോങ്, സൈക്കോപാത്സ് എല്ലാ ഫീൽഡിലും ഉണ്ട്. അതിപ്പം ബിസിനസ്സിലാണെങ്കിലുണ്ട്, പൊളിറ്റിക്സിലാണെങ്കിലുണ്ട്, ലോയിലാണെങ്കിലുണ്ട്, എല്ലാ ഫീൽഡിലുണ്ട്. പക്ഷേ സീരിയൽ കില്ലേഴ്സ് മോസ്റ്റ്ലി സൈക്കോപാത്സ് ആണ്. എല്ലാ സൈക്കോപാത്സും സീരിയൽ കില്ലേഴ്സ് അല്ല.
പക്ഷേ ഒട്ടുമിക്ക സീരിയൽ കില്ലേഴ്സ് സൈക്കോപാത്സാണ്. സൈക്കോപാത്സിനെ നോർമൽ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് ഡോക്ടർ റോബർട്ട് ഹെർ വിത്തൗട്ട് കോൺഷ്യൻസ് എന്ന ബുക്കിൽ പറയുന്നുണ്ട്. അദ്ദേഹം വർഷങ്ങളോളം സൈക്കോപാത്സിനെ സ്റ്റഡി ചെയ്തു. ഒരു ഫേമസ് എക്സ്പെരിമെൻറ്റിൽ അദ്ദേഹം 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എടുത്തു. ഒന്ന് നോർമൽ ജയിലിൽ കിടക്കുന്ന ക്രിമിനൽസും മറ്റേത് സൈക്കോപാത്തിക് ആയിട്ടുള്ള സീരിയൽ കില്ലേഴ്സിനെയും. 2 കൂട്ടരെയും അദ്ദേഹം ഒരു ചെയറിനോട് സ്ട്രാപ്പ് ചെയ്തു. എന്നിട്ട് അവരുടെ ദേഹത്ത് ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്യാനും ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാനും സ്വെറ്റ് റേറ്റ് മോണിറ്റർ ചെയ്യാനും ഒക്കെ ഉള്ള ഡിവൈസസ് അറ്റാച്ച് ചെയ്തു. എന്നിട്ട് അദ്ദേഹം 2 ഗ്രൂപ്പിനോടും പറഞ്ഞു അദ്ദേഹം 10 നിന്ന് ബാക്ക്വേർഡ്സ് കൗണ്ട് ചെയ്യും. 10, 9, 8, 7 അങ്ങനെ 1-ലെത്തുമ്പം 2 പേർക്കും നല്ല സ്ട്രോങ് ആയിട്ടൊരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുമെന്ന്. എന്നിട്ട് ഇതേ സാധനം അദ്ദേഹം 4 തവണ റിപ്പീറ്റ് ചെയ്യുമെന്ന്. ഷോക്ക് കിട്ടിയപ്പം സൈക്കോപാത്സ് നിലവിളിച്ചു, നോർമൽ ക്രിമിനൽസ് നിലവിളിച്ചു. പക്ഷേ ഷോക്ക് അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത സമയം, അതായത് 10 നിന്ന് 1-ലേക്കുള്ള കൗണ്ട് ഡൗണിൽ സൈക്കോപാത്സിന് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അവരുടെ ഹാർട്ട് റേറ്റ് അങ്ങനെ കൂടിയില്ല, അവരുടെ ബ്ലഡ് പ്രഷർ കൂടിയില്ല, അവരുടെ സ്വെറ്റ് റേറ്റ് കൂടിയില്ല, അവർ കാമായിരുന്നു. പക്ഷേ ബാക്കി ക്രിമിനൽസ് ഷോക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഭയങ്കര ഫിയർ റെസ്പോൺസ് കാണിക്കാൻ തുടങ്ങി. അവരുടെ ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി, അവർ സ്വെറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് സൈക്കോപാത്സിനെ നോർമൽ ക്രിമിനൽസിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അവരുടെ ഫിയർ റെസ്പോൺസ് ഭയങ്കര ഡിമിനിഷനാണ്. മറ്റൊരു ഫേമസ് എക്സാമ്പിൾ, അദ്ദേഹം സൈക്കോപാത്സിനെ നോർമൽ ക്രിമിനൽസിനെ വീണ്ടും എടുത്തു. എന്നിട്ട് 2 പേർക്കും വളരെ സ്കെയറി ആയിട്ടുള്ള ഇമേജസ് കാണിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് അവരെ ഇമേജിൽ നല്ലപോലെ മുഴുകിയെന്നിറങ്ങിയപ്പോൾ അവരുടെ ചെവിൻ്റെ അടുത്ത് ഒരു സൈറൺ മുഴുകിപ്പിച്ചു. നോർമൽ ക്രിമിനൽസ് ഈ സൈറൺ കേട്ട് ഭയങ്കരമായിട്ട് ഞെട്ടി. പക്ഷേ സൈക്കോപാത്തിക് ക്രിമിനൽസ് അതുപോലെ ഞെട്ടിയില്ല. ഇതും പ്രൂവ് ചെയ്തത് സൈക്കോപാത്സിൻ്റെ ഫിയർ റെസ്പോൺസ് ഭയങ്കര ലോ ആയിരുന്നതാണ്. ഇതിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കി എന്തെന്ന് വെച്ചാൽ സൈക്കോപാത്സിൻ്റെ അമിഗ്ഡല ഭയങ്കര ലോ റിയാക്റ്റീവ് ആണെന്നാണ്. അമിഗ്ഡലയാണ് നമ്മുടെ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ ഫിയർ റെസ്പോൺസ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ അമിഗ്ഡല ഭയങ്കര ഹൈ റിയാക്റ്റീവ് ആണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കാനും വറി ചെയ്യാനും തുടങ്ങും. നമ്മുടെ അമിഗ്ഡല വളരെ ലോ റിയാക്റ്റീവ് ആണെങ്കിൽ നമ്മൾ അതുപോലെ പേടിക്കില്ല. സീരിയൽ കില്ലേഴ്സിൻ്റെ ഈ ഡിമിനിഷ് കപ്പാസിറ്റി ടു എക്സ്പീരിയൻസ് ഫിയർ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദർ ലോ റിയാക്റ്റീവ് അമിഗ്ഡല. ഓക്കെ, അപ്പം നമുക്ക് സൈക്കോപാത്സിൻ്റെ ബ്രെയിനിനെ പറ്റി ഇത്രയും മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൂടെ? ഇവിടെയാണ് പ്രശ്നം. ഇന്നത്തെ മെഡിസിൻ, ഇന്നത്തെ സൈക്യാട്രിയും വെച്ച് സൈക്കോപാത്സിനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇത് പലർക്കും ഡൈജസ്റ്റ് ചെയ്യാൻ പാടാണ്. സൈക്കോപാത്സിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്. പലരും ശ്രമിച്ചിട്ടുമുണ്ട്. ശ്രമിച്ചവരെല്ലാം ഫെയിലും ചെയ്തിട്ടുണ്ട്. എലിയട്ട് ബാർക്കർ ഒരു സൈക്യാട്രിക് ഫെസിലിറ്റി നടത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഐഡിയ എന്തായിരുന്നു എന്ന് വെച്ചാൽ സൈക്കോപാത്സിനെ സ്നേഹം കൊണ്ട് ശരിയാക്കാമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ പല സീരിയൽ കില്ലേഴ്സിനെയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിക്കുമായിരുന്നു, ഡിന്നർ കൊടുക്കുമായിരുന്നു. അവർക്ക് ഓടിക്കളിക്കാൻ അദ്ദേഹം ഗ്രൗണ്ട് പണിത് കൊടുത്തു. അവരുമായിട്ട് പല ഡീപ്പും പേഴ്സണലായിട്ടുള്ള കോൺവെർസേഷൻ അദ്ദേഹം ഉണ്ടാക്കി. ആൻഡ് അവർ തെറപ്പിയിലൂടെ ശരിയായി എന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോൾ അദ്ദേഹം അവരെ റിലീസും ചെയ്തു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 2 റീസർച്ചേഴ്സ് ഒരു സ്റ്റഡി നടത്തി 1990s. ആ സ്റ്റഡിയിൽ അവർ മനസ്സിലാക്കി സാധാരണ പോലെ ജയിലിൽ പിടിച്ചിട്ട സീരിയൽ കില്ലേഴ്സ് അവരെ റിലീസ് ചെയ്തപ്പോൾ 60% സമയവും വീണ്ടും ക്രൈംസ് കമ്മിറ്റ് ചെയ്തിരുന്നു. പക്ഷേ എലിയട്ട് ബാർക്കറിൻ്റെ സൈക്യാട്രിക് ഫെസിലിറ്റിയിൽ കിടന്ന സീരിയൽ കില്ലേഴ്സ് റിലീസായപ്പോൾ 80% തവണയും ക്രൈംസ് വീണ്ടും കമ്മിറ്റ് ചെയ്തു. അതായത് എലിയട്ട് ബാർക്കറിൻ്റെ തെറപ്പിയിലൂടെ കടന്നുപോയ സീരിയൽ കില്ലേഴ്സ് വേഴ്സായി. ഇൻഫാക്റ്റ് അവർ വേഴ്സ് അല്ല ആയത്, ആക്ച്വലി അവർ കുറച്ചുകൂടെ മാനിപ്പുലേറ്റീവായി. തെറപ്പിയിലൂടെ അവർ മനസ്സിലാക്കി ആൾക്കാരെ എങ്ങനെ കുറച്ചുകൂടെ പറ്റിക്കാമെന്ന്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് അവരതിൽ നിന്ന് ഇറങ്ങുകയും ആൾക്കാരെ കൊല്ലുകയും ചെയ്തു. ഇങ്ങനെ കൊല ചെയ്ത ആൾക്കാരിൽ ഏറ്റവും ഫേമസ് ആണ് കനേഡിയനായ പീറ്റർ വുഡ്കോക്ക്. 17-ാം വയസ്സിൽ പീറ്റർ വുഡ്കോക്ക് 2 7 വയസ്സുകാരന്മാരെ റേപ്പ് ചെയ്ത് കൊന്നു. ഇതുകൊണ്ട് തന്നെ പീറ്റർ വുഡ്കോക്കിനെ ഒരു സൈക്യാട്രിക് ഫെസിലിറ്റിയിലേക്ക് പറഞ്ഞയച്ചു. 34 വർഷം അയാൾ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നുപോയി. ഒടുവിൽ 51-ാം വയസ്സിൽ എലിയട്ട് ബാർക്കർ അയാളെ സൈക്യാട്രിക് ഫെസിലിറ്റിയിൽ നിന്ന് വിട്ടയച്ചതിന് 1 മണിക്കൂറിനുള്ളിൽ അയാൾ ഒരാളെ തലക്കടിച്ചു കൊന്നു. സോ ഇൻ കൺക്ലൂഷൻ എനിക്ക് പറയാനുള്ളത്, സീരിയൽ കില്ലേഴ്സ് തന്നെ പല ടൈപ്പാണ്. അതിലൊരു മൈനോറിറ്റി സൈക്കോസിസിൽ നിന്ന് സഫർ ചെയ്യുന്നവരാണ്. അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ആൻഡ് അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും വേണം. അവരെ പണിഷ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവരെ ട്രീറ്റും ചെയ്യണം. പക്ഷേ ഒരു മെജോറിറ്റി സീരിയൽ കില്ലേഴ്സ് സൈക്കോപാത്സ് ആണ്. അവർ നമ്മുടെ സഹായം അർഹിക്കുന്നില്ല. ഇനി അർഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇന്നത്തെ മെഡിസിൻ വെച്ച് അവരെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ദേ ആർ നാർസിസിസ്റ്റിക്, ദേ ആർ അബ്യൂസീവ്, ദേ ആർ കണ്ണിങ്, ദേ ആർ ബിയോണ്ട് ഗുഡ്, ദേ ആർ ബിയോണ്ട് ഈവിൾ, ദേ ആർ ബിയോണ്ട് അവർ ഹെൽപ്പ്. മരിക്കുന്നതിന് മുമ്പ് ടെഡ് ബണ്ടി കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ അയാൾ പറയുന്നത് ഇങ്ങനെയാണ്: ഐ ആം ദ മോസ്റ്റ് കോൾഡ് ബ്ലഡഡ് സൺ ഓഫ് എ ബിച്ച് യു വിൽ എവർ മീറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.